ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു ഉണക്കമീനിന് കറി വയ്ക്കുന്ന റെസിപ്പിയാണ് കാണാൻ പോണേ. അതിനു വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് ഈ ഫിഷ് റെസിപ്പീസൊക്കെ, മീനിൻ്റെ റെസിപ്പീസൊക്കെ അടിപൊളിയായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടിയാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചക്കക്കുരു ചേർക്കുന്നുണ്ട്. ഈ ചക്കക്കുരു നമ്മൾ തനിയായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ചെറുതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. തൊലിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഔട്ടർ ആ ഒരു കോട്ടിങ് ഇറക്കിയാൽ മാത്രം മതി. ഈ ബ്രൗൺ കളർ ആ ഷെല്ല് അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മാത്രം മതി. വേവിച്ചിട്ട് നമുക്കിപ്പോൾ ഇത് ചട്ടിയിലോട്ട് മാറ്റാം. അതുപോലെ കുഞ്ഞുള്ളി കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, കരിവേപ്പില, ഈ 3 സാധനം. കുഞ്ഞുള്ളി നിങ്ങൾ എത്ര ചേർക്കണോ അത്രയും ടേസ്റ്റാണ്, നല്ല രുചിയുണ്ട് സംഭവത്തിന്. നിങ്ങളതുകൊണ്ട് കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഈ ഉണക്കമീൻ ഞാൻ നൊത്തോലിയാണ് എടുത്തിട്ടുള്ളത്. നൊത്തോലി ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് അകത്തുള്ള മുള്ള് ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കതൊരു നൊത്തോലിയൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. എളുപ്പമായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക. അല്ല, അതിൻ്റെ റെസിപ്പി ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ള ക്ലീനിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനിടാം, പോസ്റ്റ് ചെയ്യാം. പിന്നെയും കുറച്ച് ഞാൻ കുഞ്ഞുള്ളിയും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ മീനിനേക്കാളും ഉണക്കമീനിനേക്കാളും കൂടുതൽ ആവശ്യമുള്ളത് നമുക്ക് കുഞ്ഞുള്ളിയാണ്. പിന്നെ എക്സ്ട്രാ ഒരു ആഡഡ് ടേസ്റ്റാണ് ചക്കക്കുരുവിൻ്റെ ഇത് ഇടുമ്പം. പിന്നെ നമുക്ക് കുറച്ച് പുളി വേണമായിരുന്നു. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടാണ് ഇതുപോലെ എല്ലാം നമ്മൾ ചട്ടിയിലിട്ടൊന്ന് സെറ്റാക്കണത്. ഈ റെസിപ്പി നിങ്ങൾ ഇതിൽ തന്നെ നൊത്തോലിയിൽ തന്നെ ചെയ്ത് നോക്കുക. ഒരു കൈപ്പിടിയുടെ അളവ് തേങ്ങ ഞാൻ എടുത്ത് ഒരു ചെറിയ മിക്സി ജാറിൽ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യണത്. പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിലും അത് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ നമ്മളിതൊരു 2 ടീസ്പൂൺ അത്രയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേറെ ഒന്നും ചേർക്കണ്ട, ജീരകം വേറെ ഒന്നും വേണ്ട. ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ ഇത്രയും മാത്രം മതി. അതും ചതച്ച് ചേർത്താൽ മാത്രം മതി. കൈവച്ച് തിരികെ ഇടുകയാണെങ്കിലും നല്ലതാണ്. നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പുളിവെള്ളം നമ്മൾ ഒരു 10 മിനിറ്റിന് മുന്നേ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കുറച്ച് പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉണക്കമീനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കുക. ഓൾറെഡി ഉണക്കമീനിൽ ഇത്തിരി ഉപ്പ് കാണും. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ മാത്രം ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ആവശ്യത്തിനുള്ള പുളി ആഡ് ചെയ്യുക. ഉപ്പ് ഞാൻ ചെക്ക് ചെയ്തു, എനിക്ക് ഇത്രയും കൂടെ ഉപ്പ് ആവശ്യമുണ്ട്. ഞാൻ ആ അളവിനും കൂടെ ഉപ്പിട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. പിന്നെ തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക.
ചട്ടിയിലായതുകൊണ്ട് ഇത് കുറച്ചും കൂടെ തിളച്ച് നന്നായിട്ട് അങ്ങ് വറ്റിക്കോളും. അതുകൊണ്ട് ഈ സമയം ഞാനിതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്